എന്തുകൊണ്ട് രേണുസുതി എന്ന വ്യക്തിയെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കേരളം കത്തണം. ഒരു റീല് വന്നു കഴിഞ്ഞാൽ ഒരു 1 മില്യൺ പോരാ. പക്ഷെ വേറൊരു കാര്യം, അത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നതാണ്, രേണുസുതിയെ ആദ്യമായിട്ട് റീലിലേക്ക് കൊണ്ടുവന്ന് വൈറലാക്കി എന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ രേണുസുതിക്ക് ഓൾറെഡി ഒരു ഐഡന്റിറ്റി ഇല്ലേ? പറയട്ടെ, സുധിയേട്ടന്റെ വൈഫാണ്. ഞാൻ പറഞ്ഞുതരാം അല്ലേ? അപ്പൊ എല്ലാവർക്കും സുധിയേട്ടന്റെ വൈഫ് എന്നുള്ള രീതിയിലാണ് ഈ രേണുസുതി മെയിൻ ആയിട്ട്. ഓൾറെഡി അവർക്കൊരു പേര് വന്നു കഴിഞ്ഞു, അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ ദാസേട്ടൻ അത് കണ്ടിട്ട് ശരിക്കും അവരെ യൂട്ടിലൈസ് ചെയ്തതല്ലേ? ഞാൻ പറയട്ടെ, അതായത് രേണുസുതി കൊല്ലം സുധീനെ എനിക്ക് പരിചയമില്ല, പുള്ളി നേരിട്ട് അതിനെ കണ്ടിട്ടില്ല. അപ്പൊ രേണുസുതി അതിനുശേഷം കൊല്ലം സുധീന്റെ ഫോട്ടോ വെച്ചിട്ട് റീൽസ് ചെയ്യുന്ന കുറെ കണ്ടിട്ടുണ്ട്. സെൽഫി മുകളിൽ ചെയ്യും, ഇങ്ങനെ എൻ്റെ സുചേട്ടനെ ചെയ്യാൻ കാണാറുണ്ട്. അപ്പം സ്വാഭാവികമായ രീതിയിൽ ഒരു നല്ലൊരു റീല് നമ്മൾ വൈറലാക്കണം. റീൽ നല്ല രീതിയിൽ റീൽ വൈറലാവാൻ റീല് വേണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ നമ്മളെ പാർട്ട്ണർ അത്യാവശ്യം ഒരു വൈറലാവാൻ സാധ്യതയുള്ള ഒരാൾ വേണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് രേണുസുധീനെ എനിക്ക് ആദ്യം പരിചയമുണ്ട്. അതായത് സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ പരിചയം നേരിട്ട് കണ്ടില്ല. അങ്ങനെ മെസ്സേജ് അയച്ചു രേണുസുധിക്ക്, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കൂടെ റീൽസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ താല്പര്യമുണ്ട് ചേട്ടാ, ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കണം. ഞാൻ പറയട്ടെ അതിലേക്കാണ് വരുന്നത്. ഒന്നുകൂടി ആലോചിക്കണം. അപ്പൊ ആലോചിക്കുക, എൻ്റെ കൂടെ റീൽസ് ചെയ്ത ചില സമയത്ത് എന്തെങ്കിലും മോശം ആൾക്കാർ പറയും. ഞാൻ പറയട്ടെ അപ്പൊ ഞാൻ ചെയ്ത റീല് കുറച്ചുകൂടി വൈറലാവാൻ ഞാൻ പറയട്ടെ, അതിലേക്ക് വരട്ടെ. എൻ്റെ റീല് വൈറലായ പോരാ, അത് കേരളം മൊത്തം നല്ല രീതിയിൽ അറിയപ്പെടുന്ന റീലാണെന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് രേണുസുധിനെ കോൺടാക്ട് ചെയ്തത്. അപ്പം ഒരിക്കലും ഗോഡ് ഫാദർ ആവാൻ ശ്രമിക്കരുത്. രേണുസുധിയെ പറയട്ടെ, രേണുസുധിനെ ഞാൻ കൊണ്ടുവന്നത് സിനിമാറ്റിക് റീലിലൂടെ കൊണ്ടുവന്ന ആളെ. അപ്പൊ രേണുസുധിക്ക് മൈലേജ് വന്നില്ല അവിടെ? വന്നു. ഞാൻ പറയട്ടെ, രേണുസുധി മൊബൈലില് ക്യാമറ ഉപയോഗിക്കാതെ വെറും മൊബൈലിൽ എടുക്കുന്ന വീഡിയോസ് എത്ര രേണുസുധി എടുത്താലും രേണുസുധി ലെവലിൽ എത്തൂല. 101% ഉറപ്പ്. രേണുസുധി സാധാരണ രീതിയിൽ അവളെ മൊബൈലിൽ എടുത്ത് സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞ് മൊബൈലിൽ സാധാരണ വീഡിയോ എടുത്ത് ഒരിക്കലും രേണുസുധിക്ക് ഈ രീതിയിൽ എത്തില്ല. കാരണം ഫെബ്രുവരി 19 ഞങ്ങളെ ചാന്തുപുരത്താണ് റീൽസ് ഇറങ്ങിയത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 6 മാസം കൊണ്ട് നമ്മളെ ഇന്ത്യയിലെ, എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു നമ്മളെ ഗെയിമായ ബിഗ് ബോസിൽ രേണുസുധി വരണമെങ്കിൽ അത് എന്നിലൂടെ എനിക്ക് അവരെ അതിലേക്ക് എത്തിക്കാൻ സഹായിച്ചൊരു വിശ്വാസം എനിക്കുണ്ട്. ദാസേട്ടാ, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇത്രയാണ്, ഈ ഒരു റീല് കൊണ്ട് രേണുസുധിക്ക് ഗുണമുണ്ടായിട്ടുണ്ട് തീർച്ചയായും. അതിനോടൊപ്പം തന്നെ രേണുസുധി എന്ന വ്യക്തിയെ കൊണ്ട് ദാസേട്ടനും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ രേണുസുധി, ഞാൻ നിമിത്തമാണ് രേണുസുധി അതിലേക്ക് വന്നത്. അത് നിഷേധിക്കാൻ പറ്റുമോ? അത് നിഷേധിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ലോഹിദാസ് ആണ് മീര ജാസ്മിൻ എന്ന നടിയെ സിനിമയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. മീര ജാസ്മിൻ പ്രശസ്തിയായി കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന അർത്ഥമുണ്ടോ? അവർക്ക് വരാനൊരു ഘടകം ഉണ്ടാക്കി ലോഹിദാസിന്റെ സൂത്രധാരൻ എന്ന സിനിമയിലാണ്, അല്ലേ? അതുപോലെ എൻ്റെ ചാന്തുപുട്ട് എന്നുള്ള റീലിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്ത്, ഞാൻ ഡയറക്ട് ചെയ്ത്, ഞാൻ അഭിനയിച്ച ചാന്തുപുട്ട് റീലിൽ കൂടിയാണ് രേണുസുധിക്ക് എൻട്രി വന്നത് അവിടെ. അല്ല, വ്യക്തിയുണ്ട്. മീര ജാസ്മിൻ എന്ന വ്യക്തിക്ക് യാതൊരു ഐഡന്റിറ്റി ഇല്ല. അത് ഏതോ ഒരു പെൺകുട്ടി, അത്രേ ഉള്ളൂ. പക്ഷെ രേണുസുധി അങ്ങനെ ഒരിക്കലല്ല. രേണുസുധി കൊല്ലം സുധീന്റെ ഭാര്യയാണ്. രേണുസുധി എന്നുള്ള ഐഡന്റിറ്റി മാത്രമേ അവക്കുള്ളൂ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഐഡന്റിറ്റി ഞാനും പറഞ്ഞു വരുന്നത്. അത് എത്ര ആൾക്കാരെ എത്ര കലാകാരന്മാർ വൈറലായ വീഡിയോ സാധാരണ ഒരു പെൺകുട്ടിയെ വെച്ചിട്ടാണ്. ആര് പറഞ്ഞു? ഈ സാധാരണ പെൺകുട്ടിയെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ എത്രത്തോളം വൈറലായില്ലെങ്കിൽ വൈറലാകും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്റിമസി സീൻ ചെയ്യുന്ന ആദ്യ ഒരു റീൽസ് കൂടിയാണ് അത്. നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം.